Hello friends, Assalamu alaikum. Welcome back to my YouTube channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണയായിട്ട് ഈ ഗുലാബ് ജാമുൻ്റെ മിക്സ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് തയ്യാറാക്കാറുള്ളത്. എന്നാൽ ബ്രെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിയായ ഗുലാബ് ജാമുൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഗുലാബ് ജാമുൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്നുള്ള വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു 8 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ടിട്ടും പൊടിച്ചെടുക്കാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്യാം. ഈ മിൽക്ക് പൗഡർ കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഗുലാബ് ജാമുനുണ്ടാവുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് മിൽക്ക് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ സ്മൂത്തായിട്ട് കുഴച്ചെടുക്കരുത്. ജസ്റ്റ് ഇതുപോലെ പുട്ടുപൊടിയൊക്കെ നനക്കുന്നത് പോലെ ഒന്ന് നനച്ചെടുത്താൽ മതിയാവും. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുഴഞ്ഞു വരും. ഇതുപോലെ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ മിൽക്ക് മാത്രമേ എനിക്ക് ചേർക്കേണ്ടി വന്നിട്ടുള്ളൂ. ഇനി നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഉരുട്ടി നോക്കുമ്പോൾ ബോൾസ് ആകുന്ന രൂപത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ട് മാറ്റണം. ഇതിൻ്റെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബോൾസാക്കി എടുക്കുമ്പോൾ കൈ വെച്ചിട്ട് 2 കൈ വെച്ചിട്ട് ഇതുപോലെ സ്മൂത്തായിട്ട് ബോൾസാക്കി എടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ സ്മൂത്തായിട്ട് ബോൾസാക്കിയാൽ ഒന്നും ആവില്ല, നേരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാനിലോട്ട് 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് ഷുഗറും ചേർത്തിട്ട് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ ഒരു ലെമണിൻ്റെ ഹാഫിൻ്റെ ജ്യൂസും ഇതിലേക്ക് ആഡ് ചെയ്യാം. ലെമൺ ഫുള്ളായിട്ട് വേണ്ട, പകുതി ഭാഗം മാത്രം മതിയാവും. ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 2-3 ഏലക്ക മുഴുവനായിട്ടും ഇട്ട് കൊടുത്താൽ മതിയാവും. ശേഷം നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും മറ്റൊരടുപ്പിൽ നമുക്ക് ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോ ബോൾസാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉൾവശം വേവാതെ പുറം വശം മാത്രം ബ്രൗൺ കളറായി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടെ ഇതുപോലെ സ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിൽ കിട്ടുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഇതുപോലെ സ്മൂത്തായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൊട്ടാതെ നേരെ നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി കടയിൽ നിന്നൊന്നും ഈ ഗുലാബ് ജാമുൻ്റെ മിക്സ് വാങ്ങാതെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ബ്രെഡ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഈ ഗുലാബ് ജാമുൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇനി അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ആരും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത്രയും മതിയാവും. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരൈറ്റം തന്നെയാണിത്. അധികം സമയമൊന്നും നമുക്ക് ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അപ്പോഴേക്കും ഈ ഷുഗർ സിറപ്പ് ഗുലാബ് ജാമുനായിട്ട് നന്നായിട്ട് മിക്സായിട്ട് വരും, നല്ല സോഫ്റ്റായിട്ട് വരും. അതുവരെ നമുക്കിത് ചൂടോടുകൂടി തന്നെ അടച്ചു വെക്കാം. അപ്പോൾ ഷുഗർ സിറപ്പും അതുപോലെ ഗുലാബും നന്നായിട്ട് ചൂടുണ്ടാവണം, തണുന്നു പോകരുത്. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഇതൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, സ്പൂൺ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ജ്യൂസി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഗുലാബ് ജാമുൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇനി കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.